വലിയ തോതിലുള്ള ഒരു അട്ടിമറി നേട്ടം അല്ലെങ്കിൽ ഒരു അട്ടിമറി വിജയമാണ് ഇവിടെ BJPക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. അതും കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് നിറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് കോൺഗ്രസ് പിന്തുണയോടെ BJP വിമതൻ മേയർ സ്ഥാനം നേടി വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ഷിൻഡെ വിഭാഗം മേയർ സ്ഥാനാർത്ഥികളെ പിൻവലിച്ചുകൊണ്ട് വിമത വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാനുള്ള ശ്രമത്തിൽ മുൻ വിലാസ് പാട്ടീലിനെ പിന്തുണച്ചതിനെ തുടർന്ന് മത്സരം അവസാന നിമിഷം വരെ നീണ്ടുനിന്നു. ഭിവണ്ടി നിസാംപൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ നാടകീയമായ ഒരു രാഷ്ട്രീയ പുനഃസംഘടനയിൽ BJP വിമതനായ നാരായൺ ചൗധരി കോൺഗ്രസ് പിന്തുണയോടെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി താരിഖ് മോമിൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനം നേടുകയും ചെയ്തു. മുനിസിപ്പൽ ബോഡിയിലെ അധികാര സമവാക്യങ്ങൾ പുനർനിർമ്മിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതായത് കോൺഗ്രസ് BJPയെ പിന്തുണയ്ക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മേയർ സ്ഥാനം ഇപ്പോൾ BJP വിമതൻ നേടുകയും ചെയ്തിരിക്കുന്നു, കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി തന്നെ. ഏറെ വാഗ്വാദങ്ങൾ നിറഞ്ഞ മേയർ തെരഞ്ഞെടുപ്പിൽ ചൗധരി 48 വോട്ടുകൾ നേടി BJPയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി സ്നേഹ പാട്ടീലിന് 16 വോട്ടുകളും കൊണാർക്ക് വികാസ് അഗാദിയുടെ വിലാസ് പാട്ടീലിന് 25 വോട്ടുകളും നേടി പരാജയപ്പെടുത്തിയിരുന്നു. 6 BJP കോർപ്പറേറ്റർമാർ കോൺഗ്രസിനും ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള NCP വിഭാഗത്തിനും പിന്തുണ നൽകി. ക്രോസ് ഔട്ട് ചെയ്തതോടെയാണ് അദ്ദേഹത്തിൻ്റെ വിജയം സാധ്യമായത്. ഷിൻഡെ വിഭാഗം മേയർ സ്ഥാനാർത്ഥികളെ പിൻവലിച്ചുകൊണ്ട് വിമത വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാനുള്ള ശ്രമത്തിൽ മുൻ വിലാസ് പാട്ടീലിനെ പിന്തുണച്ചതിനെ തുടർന്ന് അവസാന നിമിഷം വരെ മത്സരം നടന്നു. എന്നിരുന്നാലും BJPക്കുള്ളിലെ പിളർപ്പ് നിർണായകമായിരുന്നു. ത്രികോണ പോരാട്ടത്തിൽ ചൗധരിക്ക് വ്യക്തമായ ലീഡ് നേടാൻ ഇത് അനുവദിച്ചിരുന്നു. വിലാസ് പാട്ടീൽ, അദ്ദേഹത്തിൻ്റെ മകൻ അഡ്വക്കേറ്റ് മയൂരേഷ് പാട്ടീൽ, മുൻ മേയർ പ്രതിഭ പാട്ടീൽ, ഭിവണ്ടി വികാസ് അഗാഡിയിലെ ജാവേദ് ദൽവി, കോൺഗ്രസ് നേതാവ് താരിഖ് മോമിൻ, BJPയുടെ നാരായൺ ചൗധരി, സ്നേഹ മെഹുൽ പാട്ടീൽ, ശിവസേനയുടെ ബളറാം ചൗധരി, സുജിത രൂപേഷ് മാത്രേ എന്നിവരുൾപ്പെടെ നിരവധി സ്ഥാനാർത്ഥികൾ മേയർ സ്ഥാനത്തേക്ക് തുടക്കത്തിൽ നാമനിർദ്ദേശം സമർപ്പിച്ചിരുന്നു. സൂക്ഷ്മ പരിശോധനയ്ക്കും പിൻവലിക്കലിനും ശേഷം ഫീൽഡ് 3 സ്ഥാനാർത്ഥികളായി ചുരുങ്ങുകയായിരുന്നു. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് പിന്തുണയോടെ BJP വിമതൻ ഭിവണ്ടി മേയർ സ്ഥാനം നേടിയിരിക്കുകയാണ് ഇപ്പോൾ. ഭിവണ്ടി നിസാംപൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ നാടകീയമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ BJP വിമതനായ നാരായൺ ചൗധരി കോൺഗ്രസ് പിന്തുണയോടെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് തന്നെ.